Hi all. Now it's the Meet the Faculty session. ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ എന്റെ പേര് അറിയുന്നുണ്ടാവും മിക്കവാറും. എന്റെ പേര് അബ്ദുൽ മാജിദ്. എൻ്റെ വീട് ഇവിടെ മലപ്പുറം മഞ്ചേരിയാണ്. ദെൻ എൻ്റെ കറന്റ് ക്വാളിഫിക്കേഷൻ ഞാൻ പി ജി പാസ്സായതാണ് എന്നതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. I completed my PG from Central University of Kerala, Kasaragod. Then എന്താ നെക്സ്റ്റ് ഒരു എക്സാം ബേസ്ഡ് ക്വാളിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗേറ്റ് ക്വാളിഫൈഡ് ആണ്. GAT ഗേറ്റ്. ഒരുപക്ഷെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എനിക്ക് PG സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഗേറ്റ് എന്താണ് നെറ്റ് ഒന്നും കാര്യമായ ഐഡിയ ഇല്ലായിരുന്നു. എനിവേ അങ്ങനെ ഒരാൾ പറയാനില്ലായിരുന്നു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഗേറ്റ് നെറ്റ് ഇപ്പൊ അങ്ങനെ രണ്ട് എക്സാംസ് ഉണ്ട്. ഇപ്പൊ പൊതുവെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് എഴുതാൻ ഏറ്റവും ചാൻസ് ഉള്ള രണ്ട് എക്സാംസ്. ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ PhDക്ക് IITസിലോ NITസിലോ അഡ്മിഷൻ കിട്ടാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ IITസിലോ NITസിലോ PhDക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് ഗേറ്റ് ക്വാളിഫൈ ചെയ്യാലും മസ്റ്റാണ്. ദെൻ നെറ്റ് എന്ന് പറഞ്ഞാൽ ആ ഗേറ്റ് ഞാൻ ക്വാളിഫൈ ആയിട്ടുള്ളൂ, ഞാൻ നെറ്റ് ക്വാളിഫൈഡ് അല്ല. ആക്ച്വലി ഈ ഒരു പീരീഡ് നമ്മളിപ്പോൾ മീറ്റ് ചെയ്യുന്ന ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നെറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ഇന്റർവെല്ലിലാണ്. ഓക്കെ, ഇപ്പൊ നെറ്റ് എന്ന് പറഞ്ഞാൽ CSIR UGC നെറ്റ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കുറച്ചുകൂടി ഫെമിലിയർ ആണ്. നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജ് ലെക്ചറർ ആവാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ആണ്. നെറ്റ് CSIR UGC നെറ്റ് എന്ന എക്സാമിലെ കട്ട് ഓഫ് പാസ്സായാലേ നമുക്ക് എന്ന് വെച്ചാൽ നെറ്റ് അപ്പൊ കട്ട് ഓഫ് പാസ്സായാൽ അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ്. ഈ നെറ്റ് കിട്ടി കഴിഞ്ഞ ഒരാൾക്ക് ലെക്ചർഷിപ്പിന് അർഹതയുള്ളൂ. എന്ന് വെച്ചാൽ നിയമപ്രകാരം ഒരു ഒരു കോളേജ് ലെക്ചറർ ആവാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ആവുകയുള്ളൂ. ഇനി ഈ CSIR UGC നെറ്റിൽ തന്നെ ഒരു പോർഷൻ ഇപ്പൊ നമ്മളെ ഫസ്റ്റ് കട്ട് ഓഫിലാറെ കുറച്ച് മുകളിൽ ഒരു കട്ട് ഓഫും കൂടി വെക്കും. ആ കട്ട് ഓഫ് പാസ്സായ ഒരാളെ വിളിക്കുന്ന പേരാണ് നെറ്റ് വിത്ത് JRF, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അപ്പോ നെറ്റ് വിത്ത് JRF കിട്ടിയ ആളുടെ മെച്ചം എന്താന്ന് വെച്ചാൽ അയാൾക്ക് PhD ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ PhD JRF ഇപ്പോഴത്തെ ലെവലിൽ മാത്തമാറ്റിക്സിന് JRF ഉള്ള ഒരാൾക്ക് അഡ്മിഷൻ കിട്ടാതൊന്നും ഇരിക്കൂല. ഓക്കെ, PhD അല്ല JRF ഉള്ള ഒരാൾക്ക് ഫെലോഷിപ്പ് ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു ലെവലിൽ ഒരു 35,000 പെർ മന്ത് എന്ന ലെവലിൽ PhD ചെയ്യുമ്പോൾ പെർ മന്ത് എന്നുള്ള ലെവലിൽ നമുക്ക് ഫെലോഷിപ്പ് ഉണ്ടാവും. അതിന് നിങ്ങൾ PG കഴിയുമ്പോക്കിന് ഒരു പക്ഷേ കൂടാം അല്ലെങ്കിൽ കുറയാം. എനിവേ അതാണ് CSIR UGC നെറ്റ്. ഓക്കെ, അപ്പോ വാട്ട് എൽസ് എൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 10th കംപ്ലീറ്റ് ചെയ്തത് ഇവിടെ പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ്. പന്തല്ലൂർ ഇവിടെ അടുത്തുള്ള സ്കൂളാണ്. ദെൻ +1 +2 പന്തല്ലൂർ തന്നെ ആയിരുന്നു. ഞാൻ സയൻസ് ആയിരുന്നു എടുത്തിരുന്നത്. ആഫ്റ്റർ ദാറ്റ് ബയോളജി സയൻസ്. ആഫ്റ്റർ ദാറ്റ് ഡിഗ്രി മാത്സ് എടുത്തു. ആക്ച്വലി എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്സ് ചെറുപ്പം തൊട്ടേ എനിക്ക് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു. എൻ്റെ ഫേവറേറ്റ് ടീച്ചേഴ്സ് മിക്കവാറും മാത്സിലെ ടീച്ചേഴ്സ് ആയിരുന്നു. അങ്ങനെയൊക്കെ ചെറുപ്പം തൊട്ട് എനിക്ക് മാത്സ് നല്ല ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ മാത്സ് ഒരു ഓപ്ഷൻ ആക്കി എടുത്തത്. എൻ്റെ മുമ്പിൽ 2 ഓപ്ഷൻസ് ആയിരുന്നു. ഒന്ന് എഞ്ചിനീയറിംഗ് ഓർ മാത്തമാറ്റിക്സ് ഡിഗ്രി. അപ്പോൾ എഞ്ചിനീയറിംഗ് എൻ്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം, എൻ്റെ ഒരു ഉൾവിളി പ്രകാരം NITയിലെങ്കിലും കിട്ടിയാൽ ചെയ്യാം എന്ന ലെവലിലായിരുന്നു. അപ്പോൾ അത് കിട്ടിയില്ല. CETയിലാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ഡിഗ്രി മാത്തമാറ്റിക്സ് ചൂസ് ചെയ്തു. ദെൻ ഡിഗ്രി ഞാൻ ചെയ്തത് സുലമുസലാം സയൻസ് കോളേജ് അരീക്കോടിലാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് I went to college PG CUET എക്സാം എഴുതിയിട്ട്
ഓക്കെ, ഇപ്പൊ CUT എന്നാണ് പേര്, അന്നത്തെ പേര് CUCET എന്നായിരുന്നു. ആ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡിൽ അവിടെ PG ചെയ്തു. ആൻഡ് അൽഹംദുലില്ലാ വിത്ത് ഡിസ്റ്റിങ്ഷൻ തന്നെ അവിടുന്ന് പാസ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞു. അവിടുത്തെ ഫുട്ബോൾ ടീം മെമ്പർ ആയിരുന്നു, ദെൻ ബാഡ്മിന്റൺ ടീം മെമ്പർ ആവേണ്ടതായിരുന്നു, ബട്ട് കൊറോണ കൊണ്ടുപോയി. സോ നിങ്ങളെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ചൂസ് ചെയ്യുന്നതിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഇത് വെച്ചിട്ട് എൻ്റെ ലൈഫിലെ തന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എനിക്ക് അവിടെ ആകെ ഒരു വർഷം കിട്ടിയിട്ടുള്ളൂ. ആ ഒരു വർഷം ഞാൻ അത്രയും എൻജോയ് ചെയ്യായിരുന്നു. രണ്ടാമത്തെ വർഷം സംഭവിച്ചത് കൊറോണ വന്നു എന്നുള്ളതാണ്. ആ ഒരു വർഷം ഞാൻ അവിടെ ഫുട്ബോളിൽ ഇൻവോൾവ് ആയിരുന്നു, ഫുട്ബോൾ ടീം മെമ്പർ ആയിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ബാഡ്മിന്റൺ ടീമില് ബാഡ്മിന്റണിൽ ആക്റ്റീവ് ആയിരുന്നു. ടീമിൽ എത്തിയിട്ടില്ല, എത്തേണ്ടതായിരുന്നു ആസ് പെർ മൈ കാൽക്കുലേഷൻ, ബട്ട് കൊറോണ കാരണം ഫർദർ പ്രൊസീജിയേഴ്സ് ഒന്നും ഉണ്ടായില്ല. ദെൻ ടേബിൾ ടെന്നീസ്, അങ്ങനത്തെ എല്ലാ ആക്ടിവിറ്റീസും, പ്രോഗ്രാംസ്, എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാംസ്, കങ്കാമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവാം. ആർട്സ് സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രോഗ്രാംസ്, അങ്ങനത്തെ കുറെ ഒരുപാട് നല്ല മെമ്മറീസ് ഉള്ള കോളേജാണ് എനിക്ക്. എനിവേ, അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ദെൻ വാട്ട് എൽസ്, എൻ്റെ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ, ഞാൻ ആക്ച്വലി ഒരു 5.5 years ഓഫ് ടീച്ചിങ് ഉണ്ട് എനിക്ക് ആസ് എ പാർട്ട് ടൈം ടീച്ചർ. എന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ എൻ്റെ ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ട് ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏതൊക്കെ ഒരു മേഖലയെന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും കൂടി ഇങ്ങനെ കുറച്ച് ലെവലിലായിട്ടാണ് നടക്കുന്നത്. ഇപ്പൊ ആക്ച്വലി 8, 9, 10, ദെൻ +1, +2, ദെൻ CA-CMA-കാർക്ക് മാത്സിലൊരു പേപ്പർ ഉണ്ട്, അത്. ദെൻ ചില ലേണിംഗ് ആപ്സ് മീൻസ് ഇതൊരു ലേണിംഗ് ആപ്പായി വേണമെങ്കിൽ പറയാം. ലേണിംഗ് ആപ്സിൽ ഇതുപോലത്തെ മറ്റു ലേണിംഗ് ആപ്സിൽ, ഡിഗ്രി ബേസ്ഡ് ലേണിംഗ് ആപ്സിലൊക്കെ ഉണ്ട്. ദെൻ അങ്ങനത്തെ ഓരോരോ മേഖലകളിലായിട്ട് ടീച്ചിങ്ങിലെ എക്സ്പീരിയൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 16 സെന്ററിലെങ്കിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് കോച്ചിങ് സെന്റേഴ്സ്. ഇനി അതൊരു വലിയ സംഭവമല്ല കേട്ടോ, അത് വേറെ കാര്യം. അതെങ്ങനെ ഇപ്പൊ ഞാനൊരു 16 സെന്ററിലൊക്കെ വർക്ക് ചെയ്തെന്ന് ചോദിച്ചാൽ, ഞാന് എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ പ്രകാരം, എൻ്റെ ഒരു ഇത് പ്രകാരം, വീട്ടിലൊരു അവസ്ഥയും ഒക്കെ പ്രകാരം, എൻ്റെ സ്റ്റഡി, എൻ്റെ എഡ്യൂക്കേഷൻ ചെലവ് ഞാൻ തന്നെ വഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വാസ് ബെറ്റർ. അങ്ങനെ ഒരു മൈൻഡ് എൻ്റെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ചൂസ് ചെയ്ത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് മെല്ലെ അങ്ങനെ കയറി വന്നതാണ്. ഇപ്പൊ ഇത്രയും സെന്ററുകളുടെ എണ്ണം 10, 16 വരാൻ കാരണം, ഞാൻ നാട്ടിലായിരുന്ന ടൈമിൽ അവിടെ കുറച്ച് സെന്ററിൽ വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അരീക്കോട് കോളേജിൽ ഡിഗ്രി ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഈ നാട്ടിലെ സെന്റേഴ്സിലൊന്നും അങ്ങനെ വർക്ക് ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷൻ വന്നു. അപ്പൊ അവിടെ കുറച്ചു കാലം വർക്ക് ചെയ്തു. അവിടെ അതിന് കോളേജിനടുത്തുള്ള സെന്റേഴ്സിലൊക്കെ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തു. ദെൻ PG കാസർഗോഡ് പോയ ആ ഒരു ഇന്റർവെല്ലിൽ എനിക്ക് അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ എല്ലായിടത്തും കൂടി ആയിട്ടാണ് ഇങ്ങനെ ഒരു എണ്ണം, സെന്റേഴ്സിന്റെ എണ്ണം കൂടാൻ കാരണം. ദെൻ ദാറ്റ്സ് ഓൾ. അതൊക്കെയാണ് ഞാൻ. നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾക്കിപ്പോ എന്ത് ചെയ്യണം എന്ന് അത്ര വൃത്തിക്കുള്ള ഒരു നിങ്ങളെല്ലാവർക്കും, ചിലർക്ക് പക്ക ഇൻറ്റ്യൂഷൻ ഉള്ളവരുണ്ടാവും, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. എല്ലാവർക്കും ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടാവണമെന്നില്ല. സപ്പോസ് നിങ്ങളെ മൈൻഡിൽ +2 ആൻഡ് ബിലോ ക്ലാസ് ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ PGക്ക് കഴിയുന്ന പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ മാത്രം ശ്രമിച്ചാൽ മതി. PGയുടെ മാർക്ക് റിയലി ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി മാർക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. PGയുടെ മാർക്ക് റിയലി ഇമ്പോർട്ടൻ്റ് ആണ്.
നിങ്ങൾ ഏത് ജോബിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോളേജ് ലെക്ചർ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പി ജിയുടെ മാർക്കിന് വാല്യൂ ഉണ്ട്. മാർക്കിനനുസരിച്ചാണ് എടുക്കുക. ഒന്ന്, പി ജിയുടെ മാർക്ക് കുറയാൻ പാടില്ല, കുറയാതെ നോക്കണം. ദെൻ നിങ്ങൾ പി ജി പഠിക്കുമ്പോൾ ഐ വിൽ സേ ദാറ്റ് നിങ്ങൾ 2 ടെക്സ്റ്റ് എങ്കിലും വായിച്ചിരിക്കണം. നിങ്ങൾ മാർക്ക് വാങ്ങാനുള്ളത് ഒരു പക്ഷേ നിങ്ങൾ എക്സാം അടുപ്പിച്ചോ അങ്ങനെ എങ്ങനെയെങ്കിലും ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് എടുക്കുന്നുണ്ടാവും. ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളത് നല്ലൊരു ക്വാളിറ്റിയാണ്. എനിക്ക് ഇല്ലാതിരുന്ന ഒരു ക്വാളിറ്റിയാണ്, ഞാനിപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. മാത്സ് ഇപ്പോൾ നിങ്ങൾ റിയൽ അനാലിസിസ്, ലീനിയർ ഓൾജിബ്ര അല്ലെങ്കിൽ റിയൽ അനാലിസിസ് ആൻഡ് ഓൾജിബ്ര, ഈ 2 എങ്കിലും ഫുൾ ടെക്സ്റ്റ് വായിച്ചു തീർന്നിരിക്കണം ഈ ഒരു 2 വർഷത്തിനുള്ളിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് എ ബിഗ് അഡ്വാൻറ്റേജ്. കുറച്ച് 2 വർഷത്തിനുള്ളിൽ വായിച്ചു തീർക്കാൻ വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ. അതിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഡിഗ്രി ബേസ്ഡ് ആയിരിക്കും. അതിന്റെ ഒരു ബിൽഡപ്പിംഗ് ആണ് ഈ ഒരു സെഷൻ. ഒന്നത് മാത്രമല്ല, നമ്മൾ ഈ കോച്ചിങ് നിങ്ങൾ ശരിക്ക് ക്ലാസ് ശരിക്ക് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള റിസ്ക് ആയിരിക്കില്ല. അത് നിങ്ങൾ വിത്ത് പി ജി തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് എ ബിഗ് അഡ്വാൻറ്റേജ്. അത് നമുക്ക് ഇപ്പൊ മനസ്സിലാവില്ല, പി ജി കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അതാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.